ഈ മകൾ എന്നുള്ള സിനിമ കഴിഞ്ഞ ശേഷം അടുത്ത പ്രോജക്റ്റ് എന്ത് ചെയ്യാം എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിനെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. കാര്യം ലാലിൻ്റെ കുസൃതികളും കുറുമ്പുകളും ഒക്കെ. അപ്പോഴാണ് അഖിൽ എൻ്റെ അടുത്തൊരു പിക്ചർ കൊണ്ടുവരിക. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പിക്ചറാണ്. അഖിൽ എൻ്റെ അടുത്ത് വെച്ചു, ഇതിലൊരു കഥയുണ്ട് അച്ഛാന്ന് പറഞ്ഞു. ലാലിൻ്റെ അടുത്ത് ഞാനിത് പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ ലാലിന് ഭയങ്കര ഇഷ്ടമായി. ലാലപ്പം തന്നെ എനിക്ക് കൈ തന്നു. കുറച്ച് കഴിയുമ്പോൾ ലാൽ പറഞ്ഞു, നമുക്ക് ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടല്ലോ. അപ്പോൾ എനിക്ക് അതിശിച്ചു പോയി. കാരണം ഹൃദയം വെച്ചൊരു പേരിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് നീ പൈപ്പിനടി കാണിച്ചു വെച്ചിരിക്കുന്ന ബോധമില്ലാത്തവരെ കഴുതേ? ആദ്യം ഇവിടെ വരുമ്പോ എല്ലാവരും നമ്മളെ പേടിപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത്. ലാലേട്ടന്റെ കൂടെ പിടിച്ചേക്കുക. പക്ഷെ ഇവിടെ വന്ന് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തുടങ്ങി ഒരു കണക്ഷൻ വരുന്നു. രാവിലെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരെ ലാലേട്ടന്റെ കൂടെയാണ്. ഞാൻ എവിടെയെങ്കിലൊക്കെ മാറുമ്പോഴും ലാലേട്ടൻ വിളിക്കും, എവിടെ ജെറിയോടെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ലൈറ്റ് വെയ്റ്റ് മോഹൻലാലിനെ കൊണ്ടുവരാൻ പറ്റുന്ന സിനിമയായിരുന്നു. കാരണം അച്ഛൻ്റെ സിനിമയിലെ മോഹൻലാൽ എന്നുള്ള കാര്യം കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. Got it. Okay, bye bye.